അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 2 കിതാബത്ത് ഹാഫ് ഇയർലി എക്സാം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 2 ഫസ്റ്റ് പാർട്ടിൻ്റെ ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്തളം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ആവശ്യമുള്ള സബ്ജക്റ്റിൻ്റെ ആവശ്യമുള്ള പാഠത്തിൻ്റെ തദ്രീബാത്ത് എടുത്തു നോക്കാം. നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ പ്രവർത്തനം, വാക്കുകൾ നിർമ്മിക്കുക. ഇവിടെ നമുക്ക് അക്ഷരങ്ങൾ കൊടുത്തിരിക്കുന്നു. ഈ അക്ഷരങ്ങൾ വരുന്നത് പോലെ അറബി മലയാളത്തിൽ വാക്കുകൾ നിർമ്മിക്കണം. 1. ഴ. ഈ അക്ഷരം വരുന്നത് പോലെ 2 വാക്കുകൾ. ഒരു വാക്ക് തന്നെ എഴുതിയാൽ മതി, നമുക്കവിടെ സ്ഥലമുണ്ടല്ലോ. 2 വാക്കുകൾ എഴുതാം. പഴം, മഴ. രണ്ടാമത്തത് ര. ഈ അക്ഷരം വരുന്നത് പോലെ 2 വാക്കുകൾ. മരം, വര. മൂന്നാമത്തത് ബ. ഭരണി, ഭവനം. ഇപ്പുറത്ത് നോക്കൂ, 4. ഓ. ഓല, ഓന്ത്. അഞ്ചാമത്തത് ന. പണം, അരണ. 6. ക. ഈ അക്ഷരം വരുന്നത് പോലെ 2 വാക്ക്. നഖം, മുഖം. അടുത്ത പ്രവർത്തനം, വാചകങ്ങൾ നിർമ്മിക്കുക. ഇവിടെ നമുക്ക് വാക്കുകൾ കൊടുത്തിരിക്കുന്നു. ഈ വാക്കുകൾ വരുന്നത് പോലെ വാചകങ്ങൾ നിർമ്മിക്കണം. 1. ചോദിച്ചു. ഈ വാക്ക് വരുന്നത് പോലെ ഒരു വാചകം. ഞാൻ ഉപ്പയോട് നിസ്കാരത്തെപ്പറ്റി ചോദിച്ചു. 2. തുടങ്ങി. ഈ വാക്ക് വരുന്നത് പോലെ ഒരു വാചകം. മദ്രസയിൽ ബെല്ലടിക്കാൻ തുടങ്ങി. 3. ഒരാൾ. ഈ വാക്ക് വരുന്നത് പോലെ ഒരു വാചകം. ഒരാൾ ഇന്നലെ എൻ്റെ വീട്ടിൽ വന്നിരുന്നു. 4. നിസ്കരിക്കണം. ഈ വാക്ക് വരുന്നത് പോലെ ഒരു വാചകം. നാം കൃത്യസമയത്ത് നിസ്കരിക്കണം. അടുത്ത പ്രവർത്തനം, അറബി മലയാളത്തിൽ എഴുതുക. ഇവിടെ നമുക്ക് മലയാളത്തിൽ വാക്കുകൾ കൊടുത്തിരിക്കുന്നു. ഇതിനെ അറബി മലയാളത്തിൽ എഴുതണം. ഒന്നാമത്തത് സ്വർഗം. ഇതെങ്ങനെയാണ് അറബി മലയാളത്തിൽ എഴുതുക? സ് വ ഇർ ഗം, സ്വർഗം. രണ്ടാമത്തത് വിചാരണ. വി ചാരണ, വിചാരണ. മൂന്നാമത്തത് സന്തോഷം. സ ഇൻ ദോഷം, സന്തോഷം. 4. അഭിമാനം. അ ബി മാനം, അഭിമാനം. അഞ്ചാമത്തത് അങ്ങാടി. ആ ടി, അങ്ങാടി. അടുത്ത പ്രവർത്തനം, അക്ഷരമാല പൂരിപ്പിക്കുക. ഇത് നമ്മൾ സ്കൂളിൽ പഠിച്ച അക്ഷരമാല തന്നെയാണ്, പക്ഷെ ഇവിടെ അറബിയിൽ എഴുതണം. വിട്ട ബോക്സുകൾ പൂരിപ്പിക്കണം. ഒന്നാമത്തതിൽ ഏതൊക്കെയാണ് വിട്ടിരിക്കുന്നത്? ക, ഗ, കക്കഗംഗങ്ങ. രണ്ടാമത്തത് ഇവിടെ ഏതൊക്കെയാണ് വിട്ടിരിക്കുന്നത്? ച, ജ, ചച്ച ജഞ്ചഞ്ഞ. അടുത്ത പ്രവർത്തനം, ക്രമത്തിലാക്കി എഴുതുക. ഇത് നമ്മൾ പഠിച്ച ദിക്റുകളാണ്, പക്ഷെ ഇവിടെ ക്രമത്തിലല്ലാതെയാണ് കൊടുത്തിരിക്കുന്നത്. അതിനെ ക്രമത്തിലാക്കി എഴുതണം. ഒന്നാമത്തെ നോക്കൂ, കൊലൈത്ത, ഒരു വര. ഷർറ, ഒരു വര. മാ, ഒരു വര. വഖിന. ആദ്യം ഏതാണ് വര? വഖിന. രണ്ടാമത്തേത് ഏതാണ്? ഷർറ. മൂന്നാമത്തേത് ഏതാണ്? മാ. അവസാനത്തത് കൊലൈത്ത. വഖിന ഷർറ മാ കൊലൈത്ത. രണ്ടാമത്തത് മിന, ഒരു വര. മുബക്കിരത്തൻ, ഒരു വര. വഹ്യ, ഒരു വര. നൗമി, ഒരു വര.
തഖൂം. ആദ്യം എന്താണ് വര? വഹിയ. രണ്ടാമത്തേതാണ് തഖൂമു. മൂന്നാമത്തേതാണ് മിന. നാലാമത്തേതാണ് നൗമി. അഞ്ചാമത്തേതാണ് മുബക്കിറ. വഹിയ തഖൂമു മിനൻ നൗമി മുബക്കിറ. മൂന്നാമത്തത് അലൈക, ഒരു വര. സലാമുള്ള, ഒരു വര. യാ റസൂലല്ലാ, ഒരു വര. സ്വലാത്തുള്ള. ആദ്യം ഏതാണ് വര? സ്വലാത്തുള്ള. അടുത്തത് ഏതാണ്? സലാമുള്ള. അടുത്തത് അലൈക. അവസാനത്തത് യാ റസൂലല്ലാ. സ്വലാത്തുള്ള, സലാമുള്ള, അലൈക യാ റസൂലല്ലാ. നാലാമത്തത് നോക്കൂ. ഇന്നി, ഒരു വര. മിൻ, ഒരു വര. അല്ലാഹുമ്മ, ഒരു വര. അസ്അലുക, ഒരു വര. ഫളിക. ആദ്യം ഏതാണ്? അല്ലാഹുമ്മ. രണ്ടാമത്തേത് ഏതാണ്? ഇന്നി. അടുത്തത് ഏതാണ്? അസ്അലുക. അടുത്തത് ഏതാണ്? മിൻ. അവസാനത്തത് ഫളിക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക. അടുത്ത പ്രവർത്തനം നോക്കി എഴുതുക. ഇവിടെ നമ്മൾ പഠിച്ച ദിക്റുകൾ കൊടുത്തിരിക്കുന്നു. ഇതിന് അതുപോലെ തന്നെ ആ കൊടുത്തിരിക്കുന്ന വരികളിൽ എഴുതണം. 1. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. 2. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. 3. അല്ലാഹുമ്മ അഫ്തഹ് ലി അബ്വാബ റഹ്മതിക. 4. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. 5. ഈമാൻ കാര്യങ്ങൾ 6 6. നിസ്കാരം ഉറക്കിനേക്കാൾ ഉത്തമം. 7. അല്ലാഹു വൃത്തിയുള്ളവരെ ഇഷ്ടപ്പെടുന്നു. അടുത്ത പ്രവർത്തനം ശരിയായത് എടുത്തെഴുതുക. ഇവിടെ ഒരു വാക്കിനെ തന്നെ 3 രൂപങ്ങളിൽ കൊടുത്തിരിക്കുന്നു. ഇതിൽ ഏതാണ് നാം അറബി മലയാളത്തിൽ എഴുതുക? അതാണ് ശരിയായത്. 3ഉം വായിക്കുന്ന സമയത്ത് ഒരുപോലെ തന്നെയാണ് ഉണ്ടാവുക. പക്ഷേ ഞാൻ ഇവിടെ ടിക്ക് ചെയ്തതാണ് ശരിയായത്. ഒന്നാമത്തത് സുഗന്ധം. മൂന്നാമത്തതാണ് ശരിയായത്. രണ്ടാമത്തത് ഉപദേശം. അതിൽ രണ്ടാമത്തെ ഉദാഹരണമാണ് ശരിയായത്. മൂന്നാമത്തത് ആഘോഷം. മൂന്നാമത്തെ ഉദാഹരണമാണ് ശരിയായത്. നാലാമത്തത് പാഠശാല. ഒന്നാമത്തെ ഉദാഹരണമാണ് ശരിയായത്. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.